ഹലോ നമസ്കാരം. മലയാളി ട്രാവൽ ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ പടിഞ്ഞാറേ ഗോപുര നടയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ ഇവിടെ എത്തിയതാണ്, തൃശ്ശൂരെത്തി ഇവിടെ നമ്മൾ ചില ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് പോയി. അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ വടക്കനാഥനെ തൊഴാൻ വേണ്ടി വന്നതാണ്. ഇന്ന് സൺഡേ ആണ്, നല്ല തിരക്കുണ്ട്. അപ്പം നേരത്തെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ക്യാമറയായിട്ട് വന്നത്. പക്ഷേ ക്യാമറ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി തൊഴുതു തിരിച്ചിറങ്ങി പുറത്തുള്ള ചില ദൃശ്യങ്ങളൊക്കെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്യുകയാണ്. ഇന്ന് കുറേ കല്യാണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കുറേ വധൂവരന്മാരെയൊക്കെ അവിടെ കണ്ടു. അപ്പം ഇവിടെ വെച്ചാണോ കല്യാണം അതോ പുറത്ത് വെച്ച് കല്യാണം നടന്നിട്ട് ഇവിടെ വന്നതാണോ എന്നറിയില്ല. ചെറുക്കനും പെണ്ണും ഇങ്ങനെ പോകുന്നു, ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നു പുറത്ത്. അപ്പം അതൊക്കെ കാഴ്ചകൾ കണ്ടിങ്ങനെ നമ്മൾ പോവുകയാണ്. ഈ തൃശ്ശൂർ റൗണ്ടിൻ്റെ ഹൃദയഭാഗത്ത് സ്വരാജ് റൗണ്ട്, തേക്കിൻകാട് മൈതാനം, ഇതിൻ്റെ ഹൃദയഭാഗത്തുള്ള ക്ഷേത്രം തീർച്ചയായിട്ടും പുരാതനമായ ക്ഷേത്രമാണ്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രം, പെരുന്തച്ചൻ പണികഴിപ്പിച്ച ക്ഷേത്രം എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഇവിടെ വന്നു ഇവിടുത്തെ ശിവനെയും പാർവതിയെയും എല്ലാം നമ്മൾ തൊഴുതു. എന്തായാലും നമുക്ക് കുറേ അങ്ങോട്ട് കറങ്ങി തൃശ്ശൂർ പൂരം നടക്കുന്ന ഈ സ്ഥലം, കുടമാറ്റവും മറ്റ് ആഘോഷങ്ങളുമൊക്കെ നടക്കുന്ന ഈ നഗരി മുഴുവനൊന്നും നമുക്ക് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. തൃശ്ശൂർ പൂര സമയത്തൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല, തൃശ്ശൂർ പൂരം നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ടി വിയിൽ കൂടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോഴേ എന്തായാലും ഒരു പ്രാവശ്യം വന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഈ സ്ഥലത്തൂടെയൊക്കെ ഒന്ന് നടക്കാം. മറ്റ് നഗരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. സാംസ്കാരിക തലസ്ഥാനമാണ്, ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ്. ശക്തൻ തമ്പുരാൻ എന്ന മഹാനായ മഹാരാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച തൃശ്ശൂരും അതിൻ്റെ നഗരവും നഗര പ്രാന്തപ്രദേശങ്ങളും എല്ലാം അടങ്ങുന്ന പ്രദേശം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സിലാക്കാം. നല്ല രസകരമായ ഒരു കാഴ്ചകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും ഇതിൻ്റെ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ചെറിയൊരു കുന്നിൻ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം വടക്കനാഥൻ സ്ഥിതി ചെയ്യുന്നത്. അവിടെ താഴോട്ട് ചെറിയൊരു ഇറക്കം പോലെയാണ്. അങ്ങനെ ഇങ്ങോട്ട് വന്ന് സ്വരാജ് റൗണ്ടിൽ ഒരു സൈഡിൽ കൂടെ മാത്രം ഇങ്ങനെ വണ്ടി റൗണ്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിനെ ചേർന്ന് റോഡുകൾ പലയിടത്തോട്ട് പോകുന്നു. പാലക്കാടും കണ്ണൂരും തിരുവനന്തപുരം സൈഡിലോട്ടും എല്ലാം ഉള്ള റോഡുകൾ, ഗുരുവായൂരുള്ള റോഡുകളെല്ലാം അതിൽ നിന്നാണ് പോകുന്നത്. അങ്ങനെ വളരെ പ്രത്യേകതകളുള്ള, മറ്റ് ടൗണിൽ നിന്നൊക്കെ വളരെ പ്രത്യേകതകളുള്ള ടൗണാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ എപ്പം വന്നാലും ഈ ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാറ്റേറ്റ് തണൽ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. ചില കുട്ടികളിരുന്ന് പഠിക്കുന്നു. അങ്ങനെ പല പല കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ തൃശ്ശൂർ വരുന്ന ആൾക്കാരെല്ലാം തന്നെ വടക്കനാഥനെ ചുറ്റിയിട്ടാണ് പലയിടത്തോട്ടും പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പം നേരം ഒരു 8 മണി 8:30 ആയതേ ഉള്ളൂ. നല്ല സൂര്യൻ കത്തിജ്വലിക്കുന്ന നല്ലൊരു ചൂടായി. പക്ഷേ ഈ മരത്തിൻ്റെ തണലിലോട്ട് പോകുമ്പോഴത്തേന് നല്ല തണുപ്പുണ്ട്, അല്ലാത്തടത്തൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ വന്നിട്ടില്ല. കുറേ നേരം കഴിയുമ്പോഴത്തേനും നല്ല ആൾക്കൂട്ടമാവും ഇവിടെ. എന്നും നല്ല തിരക്ക്. കുറേ ആൾക്കാർ നടക്കുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാർ, അങ്ങനെ പലവിധമായ കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഈ തൃശ്ശൂരിൻ്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അവിടുത്തുകാരോട് പറയാൻ അറിയില്ല. പക്ഷെങ്കിൽ നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങളും അതുപോലെ കേട്ടറിഞ്ഞ കാര്യങ്ങളും മാത്രമേ നമുക്ക് കൂടുതൽ അറിവുള്ളൂ. അതൊന്നും തൽക്കാലം നമ്മൾ ഇതിനകത്ത് പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ തൃശ്ശൂർ, ഈ പൂരനഗരിയും ഇവിടുത്തെ ക്ഷേത്രവും ഇവിടുത്തെ ചുറ്റുപാടുകളും ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകാനാണ് വിചാരിക്കുന്നത്. ഉച്ച കഴിയുമ്പോഴത്തേന് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. അപ്പോൾ അതിനു മുമ്പ് കുറേ കാഴ്ചകൾ, ഇനി അടുത്ത വർഷം വീണ്ടും ഇവിടെ എത്തും, വീണ്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണും. വളരെ ഇഷ്ടപ്പെട്ടൊരു നഗരമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരാനുള്ള താല്പര്യം ഇഷ്ടമാണ്. കുടുംബസമേതം എല്ലാവരും കൂടെയാണ് വന്നത് നമ്മൾ. അപ്പോൾ നമ്മളിപ്പം അടുത്ത വേറൊരു ഗോപുരനടയിലെത്തി. ഇതേത് ഗോപുരനടയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പറയാം കിഴക്കേ ഗോപുരനടയാണെന്ന് തോന്നുന്നു.
അവിടെ എല്ലാ ആൾക്കാരും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആദ്യം തൊഴാൻ കയറിയത് പടിഞ്ഞാറേ ഗോപുരനടയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ ചിലർക്ക് അറിയില്ല ഏത് ഗോപുരനടയാണെന്ന്. ചിലരോട് ചരിത്രം ചോദിച്ചപ്പോൾ ചരിത്രം പോലും അറിയില്ല ആർക്കും. എല്ലാവരും ഇവിടെ വരുന്നു, ചിലർ ഇവിടെ നാട്ടുകാർ തന്നെയാണ്. അവരൊക്കെ ഇവിടെ വരുന്നു, ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നു, തിരിച്ചു പോകുന്നു. പല ആവശ്യങ്ങൾക്ക് വന്ന ആൾക്കാരുണ്ട്, ദൂരെ നിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഈ എല്ലാ ഗോപുരനടയും കണ്ടു. പാറമേക്കാവ് ക്ഷേത്രം ദൂരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും സമയത്ത് തൃശ്ശൂർ കൂടെ പോകുന്നവരൊക്കെ നിങ്ങളിവിടെ കയറുക. ഇവിടെ ജാതി മതം ഇല്ലാതെ തന്നെ ഈ ഗ്രൗണ്ടിൽ ആർക്ക് വേണേലും കയറാം. അപ്പോൾ ക്ഷേത്രാചാര്യങ്ങൾ പാലിക്കുന്നവർക്ക് ക്ഷേത്രത്തിലും കയറാം എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക. നല്ല സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.